ഇങ്ങനെയൊരു ഞായറാഴ്ച കൊണ്ട് ദൈവം ദാനമായി തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഓരോ നാളുകളും പുലർത്തിയ ദൈവം വളരെ അതിശയകരമായി ഈ ആണ്ടിലും പുലർത്തുവാൻ വളരെ പ്രാർത്ഥനയോടും ആരാധനയോടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമുക്കൊരവസരം കൂടെ ഭൂമിയിൽ തരാനിടയായി. സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. വളരെ മനോഹരമായ പ്രബോധനങ്ങൾ കേൾപ്പാൻ ദൈവം സഹായിച്ചു. ഞാനും നിങ്ങളോട് അറിയിച്ചതുപോലെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞാനും വളരെ സന്തോഷവാനാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ദൈവം മറുപടി വിജയം തന്നു. കർത്താവ് തന്ന സന്തോഷത്തിനും മറുപടിക്കുമായി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും സഹോദരങ്ങൾക്കും ഞാനെന്നെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ചില വേദശകലങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ചിന്തിച്ച് ഇരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം അതിനാധാരമായി വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം തിരുവെഴുത്തുകളെ വായിപ്പാൻ തന്ന അവസരത്തിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദശകലമാണ് ഇന്ന് പകൽ ഈ ആരാധന വേദിയിൽ വായിപ്പാൻ ദൈവം നമുക്ക് ഒരവസരം തരാനിടയായി തന്നത്. ഒരു പ്രാവശ്യം വായിച്ചാട്ടെ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ വേദശകലത്തിൽ നിന്ന് ഒലിവും മരവും കാട്ടൊലിവും അത്തിയും കാട്ടത്തിയും എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയ നിങ്ങളുമായി അല്പസമയം വേദവചനത്തിലൂടെ കടന്നു പോകാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒലിവ് യഹൂദന് ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ്. അത് യഹൂദന്റെ ദേശീയ വൃക്ഷമാണ് ഈ ഒലിവ് വൃക്ഷം. അപ്പോൾ തന്നെ പത്തരമാറ്റി നിൽക്കുന്ന വേറെ ഒരു വൃക്ഷമുണ്ട്, അത്തിവൃക്ഷം. അത്തിയുടെ ശാസ്ത്രീയ നാമം ഫിക്കസ് അസ്കാരിക്കായിരുന്നു. എബ്രായ ഭാഷയിൽ ചിനായിൽ, ഗ്രീക്കിൽ സുസ്കോത്ത് എന്നും, അറബി ടിന്നെന്നും, അരാമിക്കിൽ ചിനയെന്നും വളരെ വ്യത്യസ്തമായ പേരുകളാൽ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് അത്തിവൃക്ഷം. ആർട്ടിക്കോസിസ് കുടുംബത്തിൽപ്പെട്ട ഈ അത്തിവൃക്ഷം വേദപുസ്തകത്തിനകത്ത് 41 തവണയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷത്തിൽ 3 തവണ ഫലം കൊടുക്കുന്ന അതിമനോഹരമായ ഒരു വൃക്ഷമാണ് അത്തിവൃക്ഷം. ഒന്നാമത്തെ ഫലം തലപ്പഴം എന്ന് പറയുന്നു. ഈ തലപ്പഴം എന്ന ഈ ഫലം മനുഷ്യന് ഭക്ഷണത്തിൽ അല്ലാതെ വേറെ ഒന്നും ഉതകുന്ന ഒന്നല്ല. രണ്ടാമത്തെ ഫലം പഴയ ശിഖരത്തിൽ നിന്ന് 3
അത്തിവൃക്ഷം ഫലം കൊടുക്കുന്നത്. ഏകദേശം ഡിസംബർ മാസത്തിൽ ഈ അത്തിവൃക്ഷം ഇലകളെല്ലാം പൊടിച്ച് വെറും ശിഖരങ്ങളായി നിൽക്കും. മാർച്ച് മാസമാകുമ്പോൾ വീണ്ടും അത് തളിരിട്ട് ഇലകൾ വന്ന് പൂക്കൾ വന്ന് ഫലം കഴിക്കും. ഇതിനെ ആസ്പദമാക്കിയാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അത്തി തളർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് അറിയണം എന്ന് തിരുവെടുത്ത് പറയാൻ ഇടയായി. ഏകദേശം 1 ഗ്രാം അത്തിപ്പഴത്തിനകത്ത് 162 ഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ബി കോംപ്ലക്സിന്റെ അളവ് വളരെ കൂടുതലാണ്